നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിൽ ഇന്നലെ രാത്രി 9:40-നായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കാവാലത്ത് നടക്കും. ഇന്ന് രാവിലെ മുതൽ തൃക്കണ്ണാപുരത്തെ നാടക കളരിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്തെ വസതിയായ ഹരിശ്രീയിലായിരുന്നു നാടകാചാര്യനും കവിയും നാടക സംവിധായകനുമായ കാവാലം നാരായണ പണിക്കരുടെ അന്ത്യം. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അർബുദവും ഉണ്ടായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി 9:45-ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു. പിന്നണി ഗായകനായ കാവാലം ശ്രീകുമാർ, പരേതനായ ഹരികൃഷ്ണൻ എന്നിവർ മക്കളാണ്. ശാരദാമണിയാണ് ഭാര്യ. മൃതദേഹം വീട്ടിന് സമീപത്തെ നാടക കളരിയിൽ പൊതുദർശനത്തിന് വെച്ചു. കാവാലത്തിന്റെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാടകപ്രവർത്തകരും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളുമടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. ചൊവ്വാഴ്ച മൃതദേഹം ജന്മനാടായ കാവാലത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4:30-ന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാവാലം നാരായണ പണിക്കർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് പ്രമുഖരടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, എപ്പോഴായിരിക്കും പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കുക? ഒപ്പം നിരവധി പ്രമുഖരാണോ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും മഞ്ജു, കാവാലത്തിന്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നിന്ന് തൃക്കണ്ണാപുരത്തെ വസതിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ വീടിന് അടുത്തുള്ള സോപാനം നാടക കളരിയിലാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം നാടക കളരിയിലേക്ക് മാറ്റുകയും പൊതുദർശനം അവിടെ ആരംഭിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി അടക്കമുള്ള ഒട്ടേറെ പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ഇങ്ങോട്ട് എത്തിച്ചേരുക. നിയമസഭ നടക്കുന്ന സമയം കൂടെ ആയതിനാൽ എല്ലാ ജനപ്രതിനിധികളും തലസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. അതിനാലാണ് നാടകക്കളരിയിലേക്ക് കൂടുതൽ സൗകര്യം കണക്കിലെടുത്താണ് പൊതുദർശനം അങ്ങോട്ട് മാറ്റിയത്. ഇന്ന് മുഴുവൻ സമയവും പൊതുദർശനം അവിടെ തന്നെ ആയിരിക്കുമെന്ന രീതിയിലുള്ള വിവരമാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പിന്നീട് സംസ്കാരത്തിനായി കുട്ടനാട് അദ്ദേഹത്തിന്റെ ജന്മഗൃഹമായ കാവാലത്തേക്ക് പിന്നീടായിരിക്കും കൊണ്ടുപോവുക. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ മാത്രമായിരിക്കും മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോവുക. എന്തായാലും ആദ്യ രാവിലെ മുതൽ തന്നെ കാവാലത്തിനെ അവസാനമായ ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഒട്ടേറെ പ്രമുഖരടക്കമുള്ള ഒട്ടേറെ പേരായിരിക്കും തൃക്കണ്ണാപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേരുക എന്ന് തന്നെയാണ് കരുതാനാവുക. എന്തായാലും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാവാലം നാരായണ പണിക്കർ ഓർമ്മയായി. നഷ്ടമായത് മലയാള നാടക പ്രസ്ഥാനത്തിന്റെ കുലപതി. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. ആലോലുല ചേലുല പാലുല കിഴക്കുനേരെ മലക്കുമേലെ. തിരശ്ശീലയ്ക്ക് പിന്നിലെ കളിയരങ്ങുകൾക്ക് വെളിച്ചമങ്ങിയ കാലം. യാന്ത്രികമായ നിഴലാട്ടങ്ങൾ ആസ്വാദക ചിത്തങ്ങളിൽ കരിന്തിരി കത്തിച്ച് പാവക്കൂത്താടിയ ആ ശൂന്യസ്ഥലിയിലേക്കായിരുന്നു യാഥാർത്ഥ്യബോധത്തിന്റെ രംഗാവിഷ്കാരങ്ങളുമായി കാവാലം നാരായണ പണിക്കർ കടന്നു വന്നത്. നമ്മുടെ തനത് നാടൻ കലകളുടെ നാടകീയ അന്തർധാരകളെ ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ശിലകളുമായി വിളക്കിച്ചേർത്ത കാവാലം മലയാളികളുടെ സാമ്പ്രദായികമായ രംഗകലാ സങ്കല്പങ്ങളെ തന്നെ പൊളിച്ചടുക്കി. അവനവൻ കടമ്പിയും കരിങ്കുട്ടിയും തിരുവാഴിത്താനുമെല്ലാം ആ പരിവർത്തന ദശയുടെ പ്രതിബിംബങ്ങളായി. പൂർണ്ണമായും തൻ്റേതെന്ന് അവകാശപ്പെടാവുന്ന സൃഷ്ടികൾ മാത്രമല്ല, ഇതിഹാസങ്ങളെയും യവന കഥകളെയുമെല്ലാം കാവാലം തൻ്റെ കൽപ്പനയുടെ പണിപ്പുരയിൽ ശില്പഭദ്രതയോടെ ഉടച്ചുവാർത്തു. സംസ്കൃത നാടകങ്ങൾക്ക് കേരളത്തിൽ സ്വന്തമായൊരു വേദിയൊരുക്കിയ അദ്ദേഹം അവയെ വിശ്വനാടകവേദിയുടെ ദൃശ്യസമ്പന്നതയിലേക്ക് ആനയിച്ചു.
നാടകങ്ങൾക്കപ്പുറം കവിതയിലും തൻ്റെ സ്വത്വബോധം തീർത്തയാളായിരുന്നു കാവാലം. കുട്ടനാടൻ കാർഷിക സംസ്കാരത്തിൻ്റെ താളവും തുടിയുമെല്ലാം ആ കവിതകളിൽ നിറഞ്ഞു നിന്നു. അരങ്ങു നിറഞ്ഞാടിയ കഥാഖ്യാനങ്ങളുടെ അണിയറിയലെ ആചാര്യൻ അരങ്ങൊഴിഞ്ഞുപോയി. തിരശ്ശീലയ്ക്ക് പിന്നിൽ കളിയരങ്ങുകൾക്ക് ഒരിക്കൽ കൂടി വെളിച്ചം മങ്ങുന്നു. പഴുപ്പും കൊഴുപ്പും മുഴുപ്പും ആരംഭത്തീരംഭ കൾച്ചറൽ ഡെസ്ക്. ആലോലുല ചേലുല പാലുല കിഴക്കു നേരെ മലക്കുമേലേ. പത്മഭൂഷൺ അടക്കം എണ്ണമറ്റ പുരസ്കാരങ്ങളാണ് നാടകാചാര്യൻ എന്നതിലപ്പുറം കവിയും സംവിധായകനും സൈദ്ധാന്തികനുമായ കാവാലം നാരായണ പണിക്കരെ തേടിയെത്തിയത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷനായും പ്രവർത്തിച്ച അദ്ദേഹം അവസാന ശ്വാസം വരെയും തന്റെ കാവ്യാത്മക രംഗത്ത് അനശ്വര സംഭാവനകൾ നൽകി. നാടകവും സിനിമയും കവിതയുമെല്ലാം തന്റെ കാവ്യാത്മകതയിൽ മനോഹാരിത തീർത്തപ്പോൾ ആ ആചാര്യഗുരുവിനെ കലാലോകം നിരവധി ബഹുമതികളും നൽകി ആദരിച്ചു. 1975 നാടകചക്രം എന്ന കൃതിക്കാണ് ആദ്യമായി അദ്ദേഹം സംഗീത നാടക അക്കാദമി പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അധികം വൈകാതെ 1983 അദ്ദേഹത്തെ തേടി കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരവും എത്തി. രതി നിർവേദം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി അപ്രപാളിയിലേക്ക് കടന്നുവന്ന കാവാലത്തിന് 1978 1982 മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരവും ലഭിച്ചു. വാടകയ്ക്കൊരു ഹൃദയം, മർമരം എന്നീ സിനിമകളിലെ ഗാനങ്ങളാണ് കാവാലത്തെ മികച്ച ഗാനരചയിതാവാക്കിയത്. 1994 മധ്യപ്രദേശ് സർക്കാരിന്റെ കാളിദാസ് സമ്മാൻ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2002 സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പും നേടിയ കാവാലത്തെ 2007 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2009 ലഭിച്ച വള്ളത്തോൾ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലായി നൽകിയ അംഗീകാരം. ഒരിക്കലും പുരസ്കാരങ്ങളുടെ തട്ടിൽ തൂക്കി നോക്കാൻ കഴിയുന്ന കലാസൃഷ്ടികളായിരുന്നില്ല കാവാലത്തിന്റെ രചനകൾ. അതിലുമപ്പുറം ആസ്വാദക മനസ്സിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന മാസ്മരിക മർമ്മരം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വരികളും. യാത്രയായി നീലൊളി നീളുമെന്നിഴലിനെ കാത്തു നീ നിൽക്കയോ സന്ധ്യയായോ. ന്യൂസ് ഡെസ്ക്. പുരോഗമന നവോത്ഥാന ചിന്തകളെ മനുഷ്യത്വത്തിന്റെ വംശഭൂമികയിൽ തീർത്ത വേറിട്ട അവതരണ ശൈലിയായിരുന്നു കാവാലത്തിൻ്റേത്. സംസ്കൃത നാട്യശൈലികളെ കൈരളിയുടെ സ്വന്തം ശൈലിയിലേക്ക് ഉടച്ചു വാർത്ത നാട്ടരങ്ങിലെ കെടാവിളക്കാണ് അദ്ദേഹത്തിന്റെ വേർപാടോടെ കെട്ടടങ്ങിയത്. ആലോലുല ചേലുല പാലുല കിഴക്കു നേരെ മലക്കുമേലേ. ജീവിതത്തിലെ നാട്ടരങ്ങിൽ കെടാവിളക്ക് കെട്ടുമങ്ങി. മലയാള നാടക സംസ്കാരത്തിന് നവഭാവുകത്വം നൽകി ആലപ്പുഴയിലെ കാവാലത്ത് 1928 ജനിച്ച് തിരുവനന്തപുരം പ്രധാന തട്ടകമാക്കി സ്വന്തം കലയുടെ മിനുക്കരങ്ങിലെ പ്രകാശമാക്കി ഉജ്ജ്വലിപ്പിച്ച മഹാപ്രതിഭ. പ്രധാനമായും സംസ്കൃത നാട്യഭൂമികയിലെ അടരിടങ്ങളെ കൈരളിയുടെ സ്വന്തം ശൈലിയിൽ ഉടച്ചുവാർത്ത് അരങ്ങിൽ ആവേശവും ഓളവും തീർത്തുകൊണ്ടിരുന്നു. വേറൊരു ശൈലിയിൽ മഹാകാവ്യങ്ങളെ പുൽകി മലയാള നാടകങ്ങൾക്ക് ശബ്ദങ്ങൾ കൊണ്ട് ചിലമ്പുലികൾ തീർത്തു. പുരോഗമന നവോത്ഥാന ചിന്താഗതിയും മനുഷ്യത്വത്തിന്റെ വംശഭൂമികയിൽ തീർത്ത വേറിട്ട അവതരണ രീതികളും കാവാലത്തിന്റെ മാത്രം പ്രത്യേകതകളായിരുന്നു. പുരസ്കാരങ്ങൾക്കോ വിശേഷണങ്ങൾക്കോ നിന്നുകൊടുക്കാതെ തന്റെ ഭാഗം കൃത്യമായി ആടിത്തിമിർത്ത് കാലമെന്ന പ്രഹേലികയിലേക്ക് മഹാകലാകാരൻ നടന്നു നീങ്ങിയിരിക്കുന്നു. നാടൻ കൂട്ടുകൾ ചമച്ച നാട്യവഴികളിൽ ഇനി ചായം പൂശാൻ ഓർമ്മകൾ ബാക്കിയാക്കി. നിറമിഴികളിൽ കുതിർന്ന പ്രണാമങ്ങളോടെ ന്യൂസ് ഡെസ്ക്. നാടകത്തിലും കവിതയിലും സമാനതകളില്ലാത്ത സംഭാവന നൽകിയ സാഹിത്യകാരനായിരുന്നു കാവാലം നാരായണ പണിക്കരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പരീക്ഷണോന്മുഖ നാടകങ്ങളിലൂടെ നവീനമായ ഒരു ഭാവുകത്വം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കവിതയെ കുട്ടനാടൻ നാടോടിശീലിന്റെ ബലത്തിൽ പുതിയൊരു ഉണർവിലേക്ക് നയിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ഭാവനാപൂർണമായ പദ്ധതികളിലൂടെ സംഗീത നാടക അക്കാദമിക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനും കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പഴമയുടെയും പുതുമയുടെയും ഇടയിൽ ഒരു കണ്ണി സൃഷ്ടിച്ചെടുക്കുന്നതിനും അദ്ദേഹത്തിനായി.
നാടകരംഗത്ത് സവിശേഷമായ ഒരരങ്ങ് ഒരുക്കുന്നതിലും പുതിയ തലമുറയിലെ ശ്രദ്ധേയരായ പ്രതിഭകളെ അതിലൂടെ പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നതിലും കാവാലം കാട്ടിയ ശ്രദ്ധ മാതൃകാപരമാണ്. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന് കനത്ത നഷ്ടമാണ് കാവാലത്തിന്റെ വിയോഗം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു.